കാപ്പ ചുമത്തി നാട് കടത്തിയിട്ടും രക്ഷയില്ലാതെ സൂര്യപ്രഭ വീണ്ടും പിടിയിലായിരിക്കുകയാണ്. കേസുകളിൽ പ്രതിയായ കരിങ്ങാലച്ചിറ സ്വദേശി സൂര്യപ്രഭ കാപ്പ നിയമപ്രകാരം നാട് കടത്തിയിട്ടും വീണ്ടും കുഴപ്പത്തിലായിരിക്കുകയാണ്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം 6 മാസത്തേക്ക് സൂര്യപ്രഭയെ സിറ്റി പോലീസിന്റെ പരിധിയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും തടഞ്ഞുകൊണ്ട് നാട് കടത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ വിലക്ക് ലംഘിച്ച് നഗരത്തിൽ പ്രവേശിച്ച സൂര്യപ്രഭയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. സൂര്യപ്രഭയുടെ പശ്ചാത്തലം ഇങ്ങനെയാണ്. തൃപ്പൂണിത്തുറ, ഹിൽ പാലസ്, ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ അടിപിടി, ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയാണ് 21 വയസ്സുകാരിയായ സൂര്യപ്രഭ. തുടർച്ചയായി കേസുകളിൽ ഉൾപ്പെടുന്നതിനാൽ പോലീസിന് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് ഈ കാപ്പ നിയമം ചുമത്തിയ കുട്ടി. സിറ്റി പോലീസ് പരിധിയിൽ പ്രവേശിക്കരുതെന്നായിരുന്നു കാപ്പ ഉത്തരവിലെ പ്രധാന വ്യവസ്ഥ. എന്നാൽ ഈ വിലക്ക് ലംഘിച്ച് ഉദയംപേരൂർ സ്റ്റേഷൻ പരിധിയിൽ സൂര്യപ്രഭ വീണ്ടും എത്തിയെന്ന് പോലീസിന് പരാതി ലഭിച്ചു. തുടർന്ന് ഉദയംപേരൂർ സബ് ഇൻസ്പെക്ടർ PC ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം സൂര്യപ്രഭയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 21 വയസ്സിനുള്ളിൽ തന്നെ 2 പോലീസ് സ്റ്റേഷനുകളിലായി 4 കേസുകളിൽ അവർ പ്രതിയാണ്. കേസുകൾക്ക് പുറമെ പോലീസിന് ഇവർ സ്ഥിരം തലവേദനയായി മാറിയിരിക്കുകയാണ്. 2022 18-ാം വയസ്സിൽ സൂര്യപ്രഭ എക്സൈസിന്റെ പിടിയിലായിട്ടുണ്ട്. മാനസിക പ്രശ്നമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശമനുസരണം കഴിക്കുന്ന ചില മയക്കുമരുന്ന് ഗുളികകൾ ഇവരുടെയും സുഹൃത്തുക്കളുടെയും പക്കൽ നിന്ന് അന്ന് പിടിക്കപ്പെടുകയായിരുന്നു. അതിനുശേഷം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലും ഇവർ ആക്രമണം നടത്തിയിട്ടുമുണ്ട്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം പോലീസിന് സ്ഥിരം ശല്യമായതിനെ തുടർന്നാണ് കാപ്പ ചുമത്തിയത്. തൃശൂർ സ്വദേശിയായ 2 യുവതികൾക്കൊപ്പം 4 ദിവസം മുൻപാണ് സൂര്യപ്രഭയ്ക്കെതിരെ കാപ്പ ചുമത്തിയത്. തൃപ്രയാർ കരയാട്ടുമുട്ടം സ്വദേശി സ്വാതി, അതേപോലെ ഹിമ എന്നിവർക്കെതിരെയാണ് തൃശൂരിൽ കാപ്പ ചുമത്തിയത്. ഇതിൽ വിലക്ക് ലംഘിച്ച് നഗരത്തിൽ പ്രവേശിച്ച സൂര്യപ്രഭയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് ആക്രമണം നടത്തുകയും 2024 സെപ്റ്റംബറിലാണ് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തിയവർ തമ്മിൽ സംഘർഷമുണ്ടായത്. അന്ന് പിടിച്ചുമാറ്റാൻ ചെന്ന ആശുപത്രി ജീവനക്കാർക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തു. വൈകുന്നേരം 5:30യോടുകൂടിയാണ് അത്യാഹിത വിഭാഗത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഇവർ ഏറ്റുമുട്ടിയത്. തുടർന്ന് പ്രതികളായ യുവതിയെയും സുഹൃത്തിനെയും ആശുപത്രി ജീവനക്കാർ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. വീണതാണെന്ന് പറഞ്ഞ് പരിക്കേറ്റതോടെയാണ് സൂര്യപ്രഭയ്ക്കൊപ്പം എത്തിയ സിബി മദ്യലഹരിയിൽ അസഭ്യം പറഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ഇതിനിടെ അപകടത്തിൽ പരിക്കേറ്റെന്ന് പറഞ്ഞ് പ്രഭു എന്ന യുവതിയും അവിടെ ഉണ്ടായിരുന്നു. ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നയാൾ കുത്തിവെപ്പിനുള്ള മരുന്ന് വാങ്ങാൻ പോയ സമയത്ത് സിബിയും സൂര്യപ്രഭയും ചേർന്ന് പ്രഭുവിനെ മർദ്ദിച്ചു. ശബ്ദം കേട്ട് ഓടിച്ചെല്ലുമ്പോൾ പ്രഭുവിന്റെ തലയിൽ സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് ഇവർ അടിക്കുകയായിരുന്നു. പിടിച്ചുമാറ്റാൻ ചെന്നപ്പോഴാണ് തങ്ങൾക്കും മർദ്ദനമേറ്റിട്ടുണ്ടെന്നും പരിക്കേറ്റ ആശുപത്രി ജീവനക്കാർ പോലീസിനോട് പറഞ്ഞത്. മറ്റു ജീവനക്കാരും ഓടിയെത്തി പ്രതികളെ വാതിലടച്ച് പൂട്ടുകയായിരുന്നു. മദ്യലഹരിയിൽ ഉണ്ടായ ഒരു വഴക്കിന് ശേഷമാണ് സിബിയും സൂര്യപ്രഭയും താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ ചികിത്സയ്ക്കെത്തിയത്. അവിടെ ഉണ്ടായിരുന്ന പ്രഭു എന്ന യുവാവിനെ സിബി സ്റ്റീൽ ഗ്ലാസ് എടുത്ത് തല്ലുകയായിരുന്നു. ആക്രമണം കണ്ട് പിടിച്ചുമാറ്റാനെത്തിയവരെ സൂര്യപ്രഭ അടിക്കുകയും മാന്തുകയുമെല്ലാം ചെയ്തു. പിന്നീട് നടന്നത് ഭയപ്പെടുത്തുന്ന സംഭവങ്ങളാണെന്നും ആക്രമണത്തിന് ഇരയായവർ വെളിപ്പെടുത്തുന്നുണ്ട്. അറസ്റ്റിന് ശേഷം വൈദ്യപരിശോധനയ്ക്ക് എത്തിയപ്പോഴും സിബിക്കും സൂര്യപ്രഭയ്ക്കും പൂർണ്ണബോധം ഉണ്ടായിരുന്നില്ല. അപ്പോഴും അവർ ജീവനക്കാർക്ക് നേരെ തട്ടിക്കയറുകയും ഇനിയും ശരിയാക്കി തരാമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആശുപത്രി ജീവനക്കാരുടെ പരാതിയിലാണ് പോലീസ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. 2 പേരും സ്ഥിര പ്രശ്നക്കാരാണെന്നും ലഹരിയിൽ അടിമപ്പെട്ടവരാണെന്നും സിബിയുടെയും സൂര്യപ്രഭയുടെയും പേരിൽ നിരവധി കേസുകളുണ്ടെന്നും പോലീസ് അന്ന് പറഞ്ഞിരുന്നു. ലഹരി ഗുളികകളുമായി പിടിയിലായത് 2022-ലാണ്. 2022 ഓഗസ്റ്റിലാണ് ലഹരി ഗുളികകളുമായി എറണാകുളം ഉദയംപേരൂർ സ്വദേശി KS വിഷ്ണുവും തിരുവാക്കുളം കരിങ്ങാച്ചിറ സ്വദേശിനി സൂര്യപ്രഭയും പിടിയിലായത്. മാനസികാസ്വസ്ഥതകൾ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് കഴിക്കുന്ന മരുന്നുകളാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. ഈ ഗുളികകൾ ഒരുമിച്ച് കഴിച്ചാൽ മണിക്കൂറുകളോളം ലഹരി ലഭിക്കുമെന്നാണ് എക്സൈസ് അധികൃതർ പറഞ്ഞത്. അരൂർ മേഖലയിലെ മെഡിക്കൽ സ്റ്റോറുകളിൽ വ്യാജ കുറിപ്പുകൾ ഉണ്ടാക്കി മരുന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സംശയം തോന്നിയ ഒരു മെഡിക്കൽ സ്റ്റോർ ഉടമയാണ് എക്സൈസ് സംഘത്തിന് വിവരം നൽകിയത്. തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുവരും ദേശീയപാതയിൽ തുറവൂർ ജംഗ്ഷന് കിഴക്ക് വശത്ത് വെച്ച് അന്ന് പിടിയിലായത്. ഡോക്ടർമാരുടെ കുറിപ്പുണ്ടെങ്കിൽ മാത്രം നിയന്ത്രിത അളവിൽ ലഭിക്കുന്ന മയക്കുമരുന്നായിരുന്നു ഇവരുടെ പക്കലുണ്ടായിരുന്നത്. സഹോദരൻ ദേവദത്തനും പ്രശ്നക്കാരനാണ്. സൂര്യപ്രഭയുടെ സഹോദരൻ ദേവദത്തനും നിരവധി കേസുകളിൽ പ്രതിയാണ്. കഴിഞ്ഞ നവംബറിൽ കഞ്ചാവ് എന്ന് പറഞ്ഞ് ഗ്രീൻ ടീ നൽകി കബളിപ്പിച്ച യുവാക്കളെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നൊരു കേസും കൂടെയുണ്ട്. ദേവദത്തൻ സുഹൃത്തുക്കളായ
അമ്പാടി അർജുൻ കാളിദാസൻ എന്നിവർ രാത്രിയോടെ കഞ്ചാവ് അന്വേഷിച്ച് 2 യുവാക്കളെ ബന്ധപ്പെടുകയും കല്ലൂരിൽ വെച്ച് രാത്രി 11 മണിയോടെ ഇവരെ കാണുകയും ചെയ്തു. തുടർന്ന് പാക്കറ്റ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഉള്ളിൽ ഗ്രീൻ ടീ ആണെന്ന് മനസ്സിലായത്. ഇതോടെ യുവാക്കളെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. പിന്നീട് പ്രതികൾ പിടിയിലാവുകയും ചെയ്തു. തൃപ്പൂണിത്തുറയിലെ സ്ഥിരം പ്രശ്നക്കാരിൽ ഒരാൾ കൂടിയാണ് ദേവദത്ത്. ഈ 21 വയസ്സുകാരിയുടെ ജീവിതവും ക്രിമിനൽ പശ്ചാത്തലവും അമ്പരപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ചെറുപ്രായത്തിൽ തന്നെ ഇത്രയധികം കേസുകളിൽ ഉൾപ്പെടുകയും ലഹരി ഉപയോഗം അതുപോലെ ആക്രമണ സ്വഭാവം എന്നിവയിൽ പങ്കാളിയാവുന്ന സാഹചര്യവും വളരെ വലുത് തന്നെയാണ്.